ആടിനെയോ മാടിനെയൊക്കെ കൊന്ന് കെട്ടി തൂക്കി വെക്കുവാണെങ്കിൽ അത് കെട്ടി തൂക്കിയിട്ടേക്കും അത് കിടന്ന് വിറയ്ക്കുന്നില്ലേ, പാമ്പിനെ തല്ലിക്കൊന്ന് കിടാൻ വാല് കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കുന്നില്ലേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ എനർജി ബോഡിയുടെ പ്രവർത്തനമാണ്. അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് കഴിഞ്ഞാൽ അത് കിടന്ന് കുറേ നേരം അനങ്ങും. പിന്നെ ഈ ഫാൻറ്റം ലിംബ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ്. അപ്പോൾ നമ്മുടെ കാല് അസുഖം മാത്രം കാല് മുറിച്ച് കളയേണ്ടതായിട്ട് വന്നു. ആ മുറിച്ച് കളയപ്പെട്ട കാലിൻ്റെ പാദത്തിലിരുന്ന് വല്ലാത്ത വേദന എൻ്റെ ഡോക്ടറെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു പ്രശസ്ത മലയാള നടി, എല്ലാവർക്കും അറിയായിരിക്കും, പറഞ്ഞു ഈ അവരുടെ പുനർജന്മത്തെക്കുറിച്ച് അവർക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. അവരവരുടെ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ബുദ്ധിസ്റ്റ് മോങ്കായിരുന്നു, അവർക്ക് ഇപ്പോഴും റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അവർ ഹിമാലയത്തിൽ പോകുന്നത്. ദിസ് എപ്പിസോഡ് ഈസ് പവർഡ് ബൈ മെഡിമിക്സ്. പുനർജന്മം, റീഇൻകാർണേഷൻ, റീബർത്ത് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ വിഷയത്തെപ്പറ്റി നമുക്ക് രസകരമായി സംസാരിക്കാൻ ഡോക്ടർ പി പി വിജയൻ സാർ തന്നെയായിരിക്കും. ഷാജി, ഞാൻ ഉത്തരം പറയുന്നതിനേക്കാൾ സാറ് റീബർത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കഴിഞ്ഞും കൂടുതൽ ഞാനിതിനെക്കുറിച്ചുള്ള, കാരണം വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരാളുടെ പേഴ്സണലാണ്. പക്ഷെ അതിനൊക്കെ ഞാൻ കുറച്ചുകൂടി ഇതായിട്ട് ചെയ്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് പറയാം. ഞാൻ ചോദിച്ചു, നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ആ സ്റ്റഡീസ് പറയുന്നത് റീബർത്ത് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഇപ്പം ഗ്ലോബലി ഉള്ള സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും അതുപോലെ തന്നെ ന്യൂറോളജിസ്റ്റുകളും അതിൽ മെജോറിറ്റി ആൾക്കാരും വിശ്വസിക്കുന്നത് ഈ നമ്മുടെ ഈ കോൺഷ്യസ്നസ്സിന് മരണമില്ല. നമ്മുടെ ബോധമാണല്ലോ നമ്മൾ ശരിയായി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോധമാണ്. ആ ബോധം നശിക്കുന്നില്ല, അതെപ്പോഴും റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ മരണമില്ല. അത് ഈ അടുത്തിടയ്ക്ക് ഷാജി ഈ പിന്നെ സദ്ഗുരു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, മരണമില്ല, ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള പലായനം മാത്രമാണ് പ്രകൃതിയിലുള്ളത്. ഒരുപക്ഷെ മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ് എന്ന് നമ്മൾ മുൻപ് കേട്ടിട്ടുള്ള ഐൻസ്റ്റീൻ്റെ തിയറി പോലെ തന്നെയാണോ റീബർത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്? ഇന്ത്യയിലുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഗ്ലോബലി നമ്മൾ എടുക്കുകയാണെങ്കിൽ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ ആൾക്കാരും ഈ റീബർത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ല സാർ, ഇത് ആദ്യം വിശ്വസിച്ചു തുടങ്ങി ഇന്ത്യൻസ് അല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞൊരു വേദിക് ബാക്ക്ഗ്രൗണ്ടിലും ഈസ്റ്റേൺ റിലീജിയൻ ഫിലോസഫിക്കകത്തൊക്കെ, അതായത് ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം, ഇതിനകത്തൊക്കെ നമുക്ക് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതിനപ്പുറത്തൊന്നുമില്ല. ഇപ്പം ഈ പിന്നെ ബുദ്ധൻ്റെ തന്നെ, ശ്രീബുദ്ധൻ്റെ തന്നെ 648 ലൈഫ് എന്ന് പറയുന്നത്, അപ്പം അത്രയും പ്രാവശ്യം അദ്ദേഹം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയുന്ന ജാതക ടൈൽസിനകത്ത് പറയുന്നൊരിതുണ്ട്. അതുപോലെ പിന്നെ നമ്മൾ മറ്റു പലതും എടുക്കുമ്പോഴത്തേക്കും പുരാണങ്ങളിലെല്ലാം പോകുമ്പോഴത്തേക്കും റീബർത്തിനെ കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഇടയിൽ ഇൻ്റർഫിയർ ചെയ്തൊരു കാര്യം ചോദിച്ചു. സാർ ഈ റീബർത്തിനെ പറ്റിയും സാറിൻ്റെ കഴിഞ്ഞ ജന്മത്തെ പറ്റിയും എവിടെങ്കിലും സാർ പരിശോധന നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. സാറ് കഴിഞ്ഞ ജന്മത്ത് ആരായിരുന്നു? അത് ഈ പറഞ്ഞതുപോലെ ഞാനൊരു മോങ്കായിരുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മോങ്ക് എന്ന് പറഞ്ഞാൽ വിച്ച് മോങ്ക് സാർ? ഏത് പിന്നെ ബുദ്ധിസ്റ്റ് മോങ്ക്. ബുദ്ധിസ്റ്റ് മോങ്ക് കഴിഞ്ഞ ജന്മത്ത്? അതെ. അത് മറ്റൊരാൾ നിരീക്ഷിച്ച് പറഞ്ഞതാണോ സാറിന് സ്വയം? അല്ലല്ല, ഈ തേർഡ് പാർട്ടിക്കുള്ള നിരീക്ഷണം ഇല്ല. നമ്മളത് എങ്ങനെ ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം, എൻ്റെ ശാഖയെക്കുറിച്ച്, അത് തുടങ്ങിയതിനെ കുറിച്ചൊക്കെ പറയാം. സാധാരണഗതിയിൽ സൈക്കോളജിയിൽ ഒരു ഹീലിംഗ് മെത്തേഡാണ് റിഗ്രഷൻ തെറാപ്പി എന്ന് പറയുന്നത്. റിഗ്രഷൻ തെറാപ്പി എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ മാസീവായിട്ട് ചെയ്യും. ഞങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ ഞാൻ റെഗുലർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതൊരു വെസ്റ്റേൺ തോട്ട് പ്രോസസ് ആണോ ഇന്ത്യൻ തോട്ട് പ്രോസസ്? അമേരിക്കനാണ്. ടിപ്പിക്കൽ അമേരിക്കൻ പ്രോസസ്സാണ്. അതായത് നമ്മളെ ചെറുതായിട്ട് മെഡിറ്റേഷനിൽ, ഹിപ്നോസിസിലോ കൊണ്ടുപോയിട്ട് ഒരു 5 വർഷം മുമ്പത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നു. 10 വർഷം, 15 വർഷം, 20 വർഷം, അങ്ങനെ നമ്മൾ പുറകോട്ട് പോയി നമ്മുടെ അപ്പോൾ അങ്ങനെ എയർലി ഓർമ്മകളിലേക്ക് പോവുക. ആ ഓർമ്മകളിൽ ഏതാണോ നമുക്ക് ജീവിതത്തിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. എയർലി ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലം വരാം. ഈവൻ നമ്മൾ വൂമ്പിൽ ഉള്ള സമയത്ത്, അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്തുള്ള ഓർമ്മകൾ പോലും വരാം. അപ്പം ആ ഓർമ്മകൾ വെച്ചുകൊണ്ട്, ആ ഓർമ്മകൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഉണ്ടായിട്ടുള്ള ട്രോമാസ്, അതിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ബോഡിയിൽ മൈൻഡിൽ ട്രിഗർ ചെയ്യും. അപ്പം അത് ഒഴിവാക്കാനാണ് മിക്കവാറും ഈ റിഗ്രഷൻ തെറാപ്പി പണ്ട് മുതലുള്ളതാണ്. അപ്പം ഇതിനെക്കുറിച്ച് പർട്ടിക്കുലറായിട്ട് പറയുമ്പോഴത്തേക്കും പിന്നെ റിഗ്രഷൻ തെറാപ്പി അന്ന് ചെയ്തുകൊണ്ട് ഈ പിന്നിലേക്ക് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന അവസ്ഥ വരെ കൊണ്ടുപോയിട്ട് അതിനിടയ്ക്ക് വന്നിട്ടുള്ള അതിന് മുൻപല്ലേ നമ്മുടെ അതെ ഞാൻ പറഞ്ഞു, ആ അവസ്ഥ വരെ കൊണ്ടുപോയിട്ട് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇന്ന് പ്രോബ്ലം ചെയ്യുന്ന ഓർമ്മകളെയൊക്കെ നമ്മളെ മൈൻഡിൽ നിന്ന് എറൈസ് ചെയ്യാനുള്ളൊരു മൈൻഡ് പ്രോഗ്രാമിങ് രീതിയുണ്ട്.
അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ബ്രിയാൻ വേസ് എന്ന് പറഞ്ഞൊരു സൈക്കാട്രിയും സൈക്കോളജിയും രണ്ടിൻ്റെയും കൂടെ എക്സ്പേർട്ടായിരുന്നു US-ൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു ഒരു കാതറൈൻ. അപ്പോൾ കാതറൈനെ ഇയാൾ ഇങ്ങനെ പുറകോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഊമ്പിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വരെ ചെല്ലുന്നു. അന്നേരം കുട്ടി ഇടയ്ക്ക് പറയുന്നതെല്ലാം 2 വിധത്തിലും നമ്മളെടുക്കും. ചോദിക്കുന്ന yes or no ആണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് കാണിച്ചാൽ മതി, 1 വിരലോ 2 വിരലോ എന്നൊക്കെ പറഞ്ഞ് ഇഡിയോമോട്ടോർ ആക്ഷൻസ് എന്ന് പറയും. അതല്ല ഇൻ ബിറ്റ്വീൻ സംസാരിക്കാവുന്ന ലെവലിൽ വെച്ചുകൊണ്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ കാതറൈനെ റെഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത് സംസാരിക്കാവുന്ന ലെവലിൽ വെച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മദറിൻ്റെ ഗർഭപാത്രത്തിൻ്റെ അവസ്ഥയും കഴിഞ്ഞ് പിന്നെയും പുറകോട്ട് കൊണ്ടപ്പോൾ ഇവർ നിർത്താതെ സംസാരിക്കുന്നു. കാതറൈൻ നിർത്താതെ സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കിനകത്തുണ്ട് മെനി ലൈവ്സ് ആൻഡ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ബുക്കിനകത്തൊരു ഭാഗമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഈ കുട്ടി ഒരു ഭാഷ സംസാരിക്കുന്നത് ബ്രയാൻ വേസ് ഡോക്ടർക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന്, ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സെഷൻ കഴിഞ്ഞിട്ട് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കേൾപ്പിച്ചപ്പോൾ ഈ കുട്ടിക്കും അറിയത്തില്ല എന്താണെന്നുള്ള അതിൻ്റെ സന്ദേശങ്ങൾ എന്താണെന്ന് അറിയില്ല. അങ്ങനെയാണ് ബ്രിയാൻ വേസ് ഭാഷാ സയൻറ്റിസ്റ്റുകളെ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ പലരെ കാണിച്ചപ്പോഴാണ് ഇത് ഹീബ്രു ആണെന്ന് അറിയുന്നത്. അപ്പോൾ ഹീബ്രു എക്സ്പേർട്സിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഹീബ്രു അവർ പറഞ്ഞത് ഇപ്പോൾ ഉള്ള ഹീബ്രു അല്ല, ഒരു 1000 years ഒക്കെ ബാക്കിലുള്ള ഓൾഡ് ഹീബ്രു ആണ്. എല്ലാ ഭാഷയ്ക്കും പരിണാമമുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നു. പിന്നെ ഈ ഒരു സബ്ജക്റ്റിന് എന്താ പറയുക, അപ്പോൾ പേഷ്യൻറ്റിനെ വീണ്ടും 60-ലധികം പ്രാവശ്യം ഇദ്ദേഹം വീണ്ടും വിളിച്ച് റിഗ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പല കാര്യങ്ങളും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എടുത്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പല സ്ഥലത്തും പുള്ളി നദി, മലകൾ, കാലഘട്ടങ്ങൾ എല്ലാം പുള്ളി പോയി. അത് കഴിഞ്ഞ് ഇതൊരു വലിയ വേൾഡ് ന്യൂസായിട്ടാണ് വന്നത്. റീഇൻകാർണേഷൻ ആണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹം നല്ല പ്രായമായി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഡോക്ടർ ബ്രിയാൻ വേസ്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലോകത്ത് അറിയപ്പെടുന്ന ഒരുപാട് സൈക്കോളജിസ്റ്റുകളും ഹിപ്നോതെറാപ്പിസ്റ്റുകളുടെയും മേജർ ഒരു ആക്ടിവിറ്റിയായി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ, ഇന്ദിരാഗാന്ധി, ബിൽ ക്ലിൻ്റൺ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അവരുടെയൊക്കെ പുനർജന്മത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡോക്ടർ കലാമിൻ്റെയൊക്കെ വന്നിട്ടുണ്ട്. സെമിസ്കിയുടെ ബുക്കിനകത്ത് ഡോക്ടർ കലാമിൻ്റെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഇത് പലരെക്കുറിച്ചും ഇങ്ങനെ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഈ ഗാന്ധിജിയുടെ കാലത്ത് ഇന്ത്യയിൽ ശാന്തി ദേവി എന്ന് പറഞ്ഞൊരു ലേഡി, പെൺകുട്ടി, അവരുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ വലിയൊരു കുടുംബത്തിലെ, അപ്പോൾ അവർ അസുഖം വന്ന് മരിച്ചു പോകുന്നു, കുടുംബത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ കൊച്ചു കുട്ടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് അന്നൊരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട്. യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഈ പറഞ്ഞ സാധനം തന്നെ. ശാന്തി ദേവി എന്ന് പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അവർ നേരത്തെ ജീവിച്ചിരുന്ന ആ വീടും സംഭവം എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം അത് കാണിച്ചപ്പോൾ ശാന്തി ദേവി എന്നത് ഇത് റിവീൽ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയാണ്. പക്ഷെ അവർക്ക് 40 വയസ്സുള്ളപ്പോൾ അവർ മരിച്ച കഥയാണ് അവരതിനകത്ത്. അന്നേരത്തെ ബന്ധം അവരുടെ ഹസ്ബൻഡിനെ കുറിച്ചും ആ വീട്ടിനെ കുറിച്ചും എല്ലാം അവർ പറയുന്ന കാര്യമാണ്. ഈ കോൺഗ്രസിൻ്റെ സബ് കമ്മിറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, പോസിറ്റീവായിട്ടാണ് ഡിസിഷൻ വന്നത്. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഈ കുറേ സയൻറ്റിസ്റ്റുകൾ, പ്രത്യേകിച്ച് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് ഒരുപാട് റീസർച്ചസ് ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ ഹിപ്നോതെറാപ്പി, പിന്നെ ഈ ഒരു പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി, നേരത്തെ ഉണ്ടായിരുന്ന റിഗ്രഷനെ മാറ്റിയിട്ട് കുറച്ചുകൂടെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ PLR തെറാപ്പി എന്നാണ് അറിയപ്പെടുന്നത്. ഗൂഗിളിൽ നോക്കിയാൽ കാണാം. ലോകത്തെല്ലാം ജർമ്മനിയിലും US-ലും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നമുക്ക് കാണാം. ട്രീറ്റ്മെന്റ് ആണല്ലേ PLR തെറാപ്പി? അതെ, PLR തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മുടെ പല പ്രശ്നങ്ങളും അതിനുശേഷം ഇല്ലാതാവും. അനാവശ്യമായ ഫിയറുകൾ, ഒരുപാട് നമ്മുടെ സ്വഭാവത്തിൻ്റെ രീതികൾ എന്ന് വെച്ചാൽ മാറിപ്പോകും. അതുകൊണ്ടാണ് ഒത്തിരി പേര് അതിൽ വിശ്വസിക്കുന്നത്. അവരുടെ ട്രോമ മാറി. സത്യമാണെങ്കിലും നമ്മുടെ ട്രോമ മാറുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണല്ലോ. സൈക്കോളജിസ്റ്റുകൾ അപ്പോൾ ഈ മുൻജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നങ്ങനെ നമുക്ക് പറഞ്ഞുകൂടാ. സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ US, ജർമ്മൻ ആൻഡ് UK, ഓസ്ട്രേലിയ ഈ പ്രദേശങ്ങളിലുള്ള സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളുമാണ് കൂടുതലും ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഒരു 150 പുസ്തകങ്ങളെങ്കിലും ഈ സബ്ജക്റ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. US-ലെ വെസ്റ്റ് വെർജീനിയ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ പീറ്റർ ടക്കർ എന്ന് പറയുന്ന സൈക്കാട്രിസ്റ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പാസ്റ്റ് ലൈഫിൻ്റെ ഹെഡ്. ലോകത്തിൽ ഒരിടത്ത് മാത്രമേ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് ഉള്ളൂ. സർ, ഈ നമ്മളിപ്പം റെഫർ ചെയ്യുന്നതെല്ലാം നമ്മൾ സായിപ്പിനെയാണ്. അതെ. പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ ഒരു പക്ഷേ സായിപ്പിനേക്കാൾ ഗാഠമായ
അതിശക്തമായ നിരീക്ഷണങ്ങളും ഒരു പക്ഷേ നമ്മൾ കേട്ട എക്സ്പീരിയൻസും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റഫറൽ വരാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുസത്തിന് അത് രണ്ടാമതൊരു ക്വസ്റ്റൻ ഇല്ല. റീഇൻകാർണേഷൻ ഇസ് എ റൂൾ എന്നുള്ളതാണ്. അതായത് പുനർജന്മമുണ്ട് ആണ് എന്നുള്ളതാണ്. ഞാൻ തന്നെ വളരെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ചില ആൾക്കാരെ പറ്റി പറയുമ്പോൾ ഷാജി നമ്മുടെ അമ്മാവന്മാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. മുജ്ജന്മ സുഹൃതം, മുജ്ജന്മ ശാപം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാരുടെ സ്വഭാവത്തിലും ചില അഡ്വാൻറ്റേജ് വരുമ്പോൾ ചില ആൾക്കാർക്ക് വീട്ടുകാർക്കും ഒക്കെ ബഹളം ഉണ്ടാക്കിയും വഴക്കൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരെ പറ്റി പരാമർശിക്കുന്നതെന്ന് ഞാൻ വളരെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അതൊരു മുജ്ജന്മ ശാപമാണ്. അതുപോലെ മറ്റു ചിലരെ പറ്റി മുജ്ജന്മ സുഹൃതമാണ്. അപ്പോൾ ഹിന്ദുയിസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതുണ്ട് എന്നുള്ളത് അങ്ങ് പൂർണ്ണമായി. ക്രിസ്ത്യൻ കാഴ്ചപ്പാടിൽ 7 തലമുറ വരെ അനുഭവിക്കുമെന്നല്ലേ പറയുന്നത്. അനുഭവിക്കും പറയുന്നത്. അല്ല, ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അക്കാഡമിക് സബ്ജക്റ്റിൽ കൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജൈനിസത്തിനകത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. പിന്നെ റീഇൻകാർണേഷനാണ്. ഈസ്റ്റേൺ ഫിലോസഫി എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്. ബ്രിയാൻ വെയ്സിനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം ആദ്യകാലത്തുള്ള, അതായത് ഈ 3rd സെഞ്ച്വറിയിൽ AD കോൺസ്റ്റന്റൈനാണ് ബൈബിള് ഈ ഒഫീഷ്യലായിട്ട് ക്രിസ്ത്യാനിറ്റിയെ റോമൻ ചക്രവർത്തിയുടെ റിലീജിയനാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ ബൈബിളിനെ കുറിച്ച് വിശദമായിട്ടൊരു പഠനം നടത്തുക, അതിൻ്റെ ഒരു കൺവെൻഷൻ നടത്തുക, ഗ്രീക്ക് പിന്നെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം വന്നിരുന്നൊരു വലിയ കൺവെൻഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പല വേർഷൻസ് ഉണ്ട്, അതെല്ലാം മാറ്റിയിട്ട് ഒരു വേർഷൻ ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞിരുന്ന നീ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ യു ഹാവ് ടു റീബോൺ എന്ന് പറയുന്നത് പിന്നീട് വന്നപ്പോഴത്തേക്ക് അതൊരു മാമോദിസ മുക്കുന്ന ബാപ്റ്റിസത്തിലേക്ക് വന്നു. ബ്രിയാൻ വെയ്സ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബോൺ അഗെയിൻ എന്ന് പറയുന്നത് നീ പല പ്രാവശ്യം ജനിച്ചു മരിച്ച് അത് ജനിമൃതികളിലൂടെ മാത്രമേ നീ മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്നു എന്നുള്ള ആ ഒരു രീതിയിലാണ് ആദ്യകാല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒരു ഇസ്ലാമിക് വേഷനും സൂഫിസത്തിൻ്റെ ഒക്കെ വേഷനും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സോളിനെ നമുക്ക് മഴത്തുള്ളികളായിട്ട് കാണാം. അപ്പം ഡിവൈൻ എന്ന് പറയുന്നത് പ്രപഞ്ചബോധമാണ് ഡിവൈൻ. അതിൻ്റെ ഒരു പാർട്ടിക്കിൾ, മഴ പെയ്യുന്ന പോലെ അതിൻ്റെ തുള്ളികളാണ് നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട് നമ്മളെല്ലാവരും. അപ്പം ഈ മഴ പെയ്ത് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അത് ഇലയിൽ വീഴുന്നു, തറയിൽ വീഴുന്നു, വീട്ടിൽ വീഴുന്നു, മൃഗങ്ങൾ കുടിക്കുന്നു. അത് കഴിഞ്ഞ് അത് വീണ്ടും റീസൈക്കിൾ ചെയ്ത് തോട്ടിലൂടെ, ആറ്റിലൂടെ, അരുവിയിലൂടെ ചെന്ന് അവസാനം അത് കടലിൽ തന്നെ പതിച്ച് വീണ്ടും ഇവാപ്പറേറ്റ് ചെയ്ത് വീണ്ടും മഴയായിട്ട് വീണ്ടും പോയി, വീണ്ടും അത് ഈ പറഞ്ഞ പ്രോസസ്സിൽ കൂടെ പോയി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സോൾ ഇങ്ങനെ. അതായത് ഈ സോൾ എന്ന കോൺസെപ്റ്റ് ഇപ്പം യഥാർത്ഥത്തിൽ ആത്മാവ് ഒരുപക്ഷെ മുൻപെപ്പോൾ എവിടെയോ കേട്ടിട്ടുണ്ട്. ആത്മാവിൻ്റെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആത്മാവ് ശരീരത്തിൽ നിന്ന് ഒരു വെളുത്ത രൂപമായി പുറത്തു പോകുന്നുണ്ട്. പക്ഷെ ഹിന്ദു തോട്ട് പ്രോസസ്സിൽ പഞ്ചപ്രാണൻ എന്ന് പറയുന്നുണ്ട്. പ്രാണൻ, അധാനൻ, എനിക്കതിനെ കൃത്യമായി അറിയില്ല. ഇത് സ്പ്ലിറ്റ് ആവുന്നു. ഇപ്പോൾ ഒരാൾ മരിക്കുകയും അദ്ദേഹത്തെ ദഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ, തലയോടി പൊട്ടുമ്പോൾ ഒരു പ്രാണൻ പുറത്തു പോകുന്നു, നട്ടെല്ല് പൊട്ടുമ്പോൾ മറ്റൊരു പ്രാണൻ പുറത്തു പോകുന്നു, അതിലൊരു പ്രാണൻ 5 ദിവസം വീടിന് ചുറ്റും നിൽക്കുന്നു എന്നൊക്കെയുള്ള ചില പുരാണ ചിന്തകളുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ സയൻറ്റിഫിക്കിലേക്ക് വരുമ്പോഴേ നമുക്ക് 3 ബോഡി എന്ന് പറയാം. അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡി, സ്ഥൂല ശരീരം, രണ്ടാമത് സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ എന്ന് പറഞ്ഞാൽ പ്യുവർ എനർജി ബോഡി. സ്പിരിച്വൽ ബോഡി എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇപ്പം ഈ മാടിനെയൊക്കെ കൊന്ന് കെട്ടി തൂക്കി വെക്കുവാണെങ്കിൽ അത് കെട്ടി തൂക്കിയിട്ടേക്കും അതിരുന്ന് വിറയ്ക്കുന്നില്ലേ? പാമ്പിനെ തല്ലിക്കൊന്ന് കിടാൻ വാല് കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കുന്നില്ലേ? അപ്പം അത് ശരിക്കും പറഞ്ഞ എനർജി ബോഡിയുടെ പ്രവർത്തനമാണ്. അപ്പോൾ നമ്മുടെ ആണെങ്കിലും ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു കഴിഞ്ഞാൽ അത് കിടന്ന് കുറേ നേരം അനങ്ങും. പിന്നെ ഈ ഫാൻറ്റം ലിംബ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ്. അപ്പോൾ നമ്മുടെ അസുഖം മാത്രം കാല് മുറിച്ച് കളയേണ്ടതായിട്ട് വന്നു. ആ മുറിച്ച് കളയപ്പെട്ട കാലിൻ്റെ പാദത്തിലിരുന്ന് വല്ലാത്ത വേദന, എൻ്റെ ഡോക്ടറെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഇതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാലിൻ്റെ വേദന നമ്മുടെ ബ്രെയിനിൽ അനുഭവപ്പെടും. അതെന്താണെന്ന് വെച്ചാൽ എനർജി ബോഡി വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 3 ബോഡിയെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് പിന്നെ സ്ഥൂല ശരീരം, ഇത് സൂക്ഷ്മ ശരീരമാണ് നമ്മുടെ എനർജി ബോഡി, ഊർജ്ജ ശരീരം എന്ന് പറയുന്നത്. അതിന് നിലനിൽപ്പില്ല. അത് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് കാണാനോ കേൾക്കാനോ പ്രോസസ്സ് ചെയ്യാനോ ഇന്ദ്രിയങ്ങളോ തിരിച്ചറിവോ ഇല്ല. പക്ഷെ ആ ഊർജം പുറത്തേക്ക് വരുന്നുണ്ട്. അതിനെയാണോ നമ്മൾ ആത്മാവ് എന്ന് വിളിക്കുന്നത്? അല്ല, അതുമല്ല. ആത്മാവെന്ന് പറയുമ്പോൾ കാരണ ശരീരം.
മൂന്നെണ്ണമാണ് പറയുന്നത്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം. അപ്പം കാരണ ശരീരം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഇപ്പം ജനിമൃതികളില്ല. അതിനകത്ത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കഠോപനിഷത്തിനകത്ത് വളരെ ഭംഗിയായിട്ട് നല്ലൊരു സ്റ്റോറി പോലെയാണ്. വിശ്വജിത്ത് യാഗം ചെയ്യുന്ന പിതാവിനോട് വിശ്വജിത്ത് യാഗം ചെയ്യുമ്പോൾ എല്ലാം കൊടുക്കും, കംപ്ലീറ്റ് കാര്യങ്ങളും കൊടുത്ത്, വീട്ടു സാധനങ്ങൾ, വീട്ടിലുള്ളത്, സ്വത്തുക്കൾ, കന്നുകാലികളെല്ലാം കൊടുത്ത് സാധനം എല്ലാം ഇല്ലാതെ സർവ്വതും ത്യജിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി നചികേതസ് പിതാവിനോട് ചോദിക്കുന്നത് എന്നെ ആർക്കാ കൊടുക്കുന്നത്? അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോഴാണ് പറയുന്നത് യമധർമ്മനാണ് കൊടുക്കുന്നത്. പറയാണ്. അപ്പോൾ കുട്ടി യമധർമ്മനെ അന്വേഷിച്ച് അങ്ങ് പോവുകയാണ്. അപ്പം അങ്ങനെ പോയി യമധർമ്മൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുന്നു. കൊട്ടാരത്തിൽ അവിടെ ഗേറ്റൊക്കെ ചെന്നപ്പം അദ്ദേഹം ഇല്ല, ഡോറില്ല. അപ്പം സെക്യൂരിറ്റിയോട് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ, അപ്പോൾ ഞാനിവിടെ നിന്നോളാം. അപ്പോൾ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങാൻ പറഞ്ഞിട്ട് ഉറങ്ങുന്നില്ല, ഗസ്റ്റായിട്ട് വരുമ്പോൾ അതൊക്കെ അങ്ങ് അനുവദിച്ചാലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 3ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് യമധർമ്മൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കുന്നു, അപ്പോൾ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നീ എന്തിനാ വന്നേ? അപ്പോൾ പറഞ്ഞ് എന്നെ പിതാവ് അങ്ങേക്ക് ദാനം ചെയ്യുവാണ്, ഞാൻ നേരത്തെ ഇങ്ങ് വന്നതാണ്. പക്ഷെ നീ 3 ദിവസം ഇവിടെ വന്ന് നിന്ന് എനിക്കൊരുപാട് കാർമിക് ഡെറ്റ് ഉണ്ടാക്കി. കാരണം നീ എൻ്റെ ഗസ്റ്റായിട്ട് വന്ന് ഡെറ്റ് ഉണ്ടാക്കി, അതുകൊണ്ട് ഞാൻ നിനക്ക് എന്തെങ്കിലുമൊക്കെ തന്നാലേ എൻ്റെ ആ ഡെറ്റ് തീരത്തുള്ളൂ. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേഷനാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ നിനക്ക് എന്താ കാർമിക ഭാരം. കാർമിക ഭാരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിനക്ക് 3 വരം തരാം, നിനക്ക് എന്തൊക്കെ വേണമെങ്കിലും ചോദിച്ചോളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നചികേതസ് 14 വയസ്സുള്ള കുട്ടിയാണ്. പറഞ്ഞ് എനിക്ക് ഒന്നാമതായിട്ട് ഞാനിവിടെ ഉണ്ടെന്നുള്ള എൻ്റെ മാതാപിതാക്കളെ അറിയിക്കണം, അത് ചെയ്യാം. രണ്ടാമതായിട്ട് എൻ്റെ മാതാപിതാക്കൾക്കും അവർക്കും എല്ലാം സ്വർഗം കിട്ടണം, അതും കൊടുക്കാം. മൂന്നാമത് ചോദിച്ചതാണ് പറഞ്ഞത്, ഈ മരണത്തിന് ശേഷം നമ്മുടെ ജീവൻ എന്ത് സംഭവിക്കുന്നു, ആത്മാവിന് എന്ത് സംഭവിക്കുന്നു, അത് കൃത്യമായിട്ട് പറയണം. അപ്പം യമധർമ്മം പറയുകയാണ്, അത് നിൻ്റെ പ്രായത്തിലുള്ളവരോട് പറയാൻ പറ്റിയതല്ല, ആരോടും പറയാൻ പറ്റത്തില്ല, സ്വർഗവിദ്യയാണ്, ഞാനത് പറയൂല. അപ്പൊ അങ്ങനെയാണ് അനുഭവിച്ച് മാത്രം അറിയേണ്ട ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ പിന്നെ നചികേതസ് പറയുകയാണ്, അപ്പൊ അങ്ങനെയാണ് അങ്ങ് തന്ന ആദ്യത്തെ 2 എണ്ണം കൂടെ തിരിച്ചെടുത്തു, എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട. അപ്പം പറഞ്ഞ് നിനക്ക് രാജാവാകണോ, കൊട്ടാരം വേണോ, അത് വേണോ, പ്രലോഭനങ്ങളോ? ഞാൻ പറഞ്ഞു അതെല്ലാം നശിച്ചു പോകുന്നല്ലേ, നശിച്ചു പോകാത്തതായതുള്ള ജ്ഞാനം മാത്രമേ ഉള്ളൂ. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് പറയൂ. അപ്പം അങ്ങനെയാണ് നിനക്ക് നിർബന്ധമാണ് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ആ കഠോപനിഷത്തിനകത്ത് പ്രസിദ്ധമായ പിന്നെ ആ ഒരു പിന്നെ ഇത് പറയുന്നത്, ആത്മാനം രതിനം വിത്തി ശരീരം രമവേദത്തു എന്ന് പറഞ്ഞ ആ ഒരു ഇതുവരെ പറയുന്നത്. ഇത് പറയുന്ന കാര്യം ഇതാണ്, ശരീരം രഥമാകുന്നു, ആത്മാവ് അതിൻ്റെ അകത്ത് പ്രധാന യാത്രക്കാരനാകുന്നു, മൈൻഡാണ് ഇതിൻ്റെ ഡ്രൈവർ, അഥവാ ഇൻ്റലക്റ്റ്. ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് അഥവാ നിൻ്റെ ബുദ്ധിയാണ് ഇതിനെ നയിക്കുന്നത്. ഇതിൻ്റെ കടിഞ്ഞാണുകൾ മൈൻഡാണ്, മനസ്സാണ് ഇതിൻ്റെ കടിഞ്ഞാണുകൾ, കുതിരകൾ അതിൻ്റെ ഇമോഷൻസ് ആകുന്നു. അപ്പോൾ ഈ നല്ല കുതിരകളും മോശം കുതിരകളും ഉണ്ട്. നീ നന്നായിട്ട് നയിച്ചില്ലെങ്കിൽ ഇത് നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നിനക്ക് വിഷയാസക്തി കൂടിക്കഴിഞ്ഞാൽ, ഒരുപാട് വിഷയങ്ങളിലുള്ള ആസക്തി, അതുപോലെ ശരീരവും പ്രഷറും ഇത് തന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ സംസാര സാഗരത്തിൽ കൊണ്ടുപോകും. വീണ്ടും നീ ജനിമൃതികളിൽ കൂടി പൊക്കോണ്ടിരിക്കണം. ആ സമയത്ത് നീ വെൽ കൺട്രോൾഡാണ്, നിൻ്റെ പിന്നെ വിവേക ബുദ്ധി ഉപയോഗിച്ച്, അത് അവനാണല്ലോ ഡ്രൈവർ. അങ്ങനെ നീ കറക്റ്റായിട്ടുള്ള സ്ഥലത്തേക്ക് മാത്രം നയിച്ചുകൊണ്ട് പോകണം, ഇമോഷനെ കൊണ്ടുപോവുകയാണെങ്കിൽ അതോടുകൂടി നീ എന്താണ് ഈശ്വരൻ്റെ ഭാഗമായി തീരുവാണ്, നിനക്ക് മുക്തിയായി എന്ന് പറഞ്ഞു കൊടുക്കുന്ന വീണ്ടും ജനിക്കാത്ത അവസ്ഥയ്ക്കാണ് നമുക്ക് ഈ മോക്ഷമുക്തി എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ കഠോപനിഷത്തിനകത്ത് പറയുന്ന ഒരു ഭാഗമാണ്. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതാണ്. മോക്ഷം കിട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ജനിക്കില്ല. അതെ, ഈശ്വരന്റെ ഭാഗമാകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം പറയുകയാണ്. ഇപ്പം നമുക്ക് ഓർക്കാനായിട്ടൊരു വലിയ മേഘം, ആയിരക്കണക്കിന് ഏക്കർ വലിപ്പമുള്ള ഒരു മേഘം വന്നിരിക്കട്ടെ ഈശ്വരൻ. അതല്ലെങ്കിൽ അറ്റ്ലാന്റിക് ഓഷനാണെന്ന് ഇരിക്കട്ടെ, മനസ്സിലാക്കാൻ എളുപ്പത്തിന്. അറ്റ്ലാന്റിക് ഓഷൻ ഏതാണ്ട് നമ്മൾ 10 മണിക്കൂർ ഫ്ലൈറ്റിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ സമയം എടുക്കുന്നതാണ്. അറ്റ്ലാന്റിക് ഓഷനാണ് ഈശ്വരൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുള്ളിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആത്മാവെന്ന് പറയുന്നത് ഒരു തുള്ളിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീടുള്ള പഠനങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പം അതിനകത്ത് പറയുന്നത് ഈ സോൾ എപ്പോഴും ഒരു ക്ലസ്റ്ററായിട്ടാണ് വരിക. സോൾ ഒറ്റ സോളായിട്ടല്ല വരുന്നത്, ക്ലസ്റ്ററായിട്ട് വന്ന് അപ്പോൾ അവർ പിന്നെ സോൾ പാർട്ട്നേഴ്സായിട്ട്, അപ്പം ഇതിൻ്റെ പാർട്ടായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണും.
എന്നുവെച്ചാൽ ഒന്നുകൂടെ വിശദീകരിക്കണം സാർ. അതായത് ഇപ്പോൾ ഒരു 10,000 സോള് ചേർന്ന ഒരു ക്ലസ്റ്ററായിട്ടാണ് ഈ ഡിവൈനിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. അതായത് ജനിച്ചകലുകയും മരിച്ചടുക്കുകയും ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്, അതായിരിക്കും എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഈ സോൾ കണക്ഷൻസ് ഒരുപാട് പേരുമായിട്ട് കാണും. അപ്പോൾ അവർ ഈ സോളിൻ്റെ വരവിൻ്റെയും പോക്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില നല്ല ഇത് ഞാൻ എൻ്റെ കോട്ടല്ല കേട്ടോ, ഇനി വായിച്ചതിൽ നിന്നും പറയുകയാണ്. അപ്പം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട്, ജ്ഞാനം ഉണ്ടാകാനായിട്ട്, പിന്നെ ഈ സയൻസിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വേദനകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നും നമ്മുടെ ബാധ്യതകളല്ല. അത് ഈ സോള് സ്വർഗത്തിൽ നമ്മൾ ഈ സ്വർണം തീക്കകത്തോടെ കടന്നു പോകുമ്പോൾ മാത്രമേ അത് ശുദ്ധി ചെയ്യപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ വേദനകളും യാതനകളും പ്രശ്നങ്ങളും തരുന്നത് ഈ ആത്മാവിനെ ശുദ്ധി ചെയ്ത് ആ എക്സ്പീരിയൻസ് ഉണ്ടായി. 1 ഡിവോഴ്സോ 2 ഡിവോഴ്സോ 3 ഡിവോഴ്സോ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യം ജയിലിൽ കിടക്കുന്നതോ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നതോ ഉറ്റവരില്ലാതായി പോകുന്നതോ നമ്മുടെ ഈ സോളിനെ റിഫൈൻ ചെയ്യാനായിട്ട് തരുന്ന അഗ്നിയാണ്. അപ്പോൾ അതിനൊരു ഞാനൊരു കഥയ്ക്കകത്തോടെ പറയുകയാണെങ്കിൽ, ഈ പഞ്ചപാണ്ഡവന്മാർ കാരണം ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്ത് മറ്റവരെ തോൽപ്പിച്ചു. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ദുര്യോധനൻ്റെ തൊട അടിച്ചു പൊട്ടിച്ച്, അപ്പോൾ അവിടെയാണ് അവൻ്റെ ഏറ്റവും ശക്തി ഇരിക്കുന്നത്. അടിച്ചു പൊട്ടിച്ച് അവൻ മരിക്കാനായിട്ട് ഇങ്ങനെ വലിച്ചു കിടക്കുമ്പോൾ അശുദ്ധാത്മാവ് വരുന്നതിന് അങ്ങയോട് ആരാ ഇത് ചെയ്ത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് ഗുരുവിൻ്റെ മകനാണ് അവിടെ കിടന്നൊരു വാളും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇദ്ദേഹം വയ്യാതെ കിടന്ന് വിളിക്കുന്നുണ്ട്, നീ പോകരുത്, ആ വാള് നിനക്ക് ശരിക്കും പിടിക്കാനും അറിയത്തില്ല. അശുദ്ധാത്മാവ് നേരെ ചെന്നിട്ട് ഈ അർജുനൊക്കെ താമസിക്കുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ ശിശുക്കൾ 5 പേര് തൊട്ടി കിടന്ന് ഉറങ്ങുവാണ്. ഈ 5 പേരെ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് 5 പേരുടെ തല അറുത്ത് നമ്മുടെ തേങ്ങാക്കൊലയൊക്കെ കൊണ്ടുവരുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവരുവാണ്. ഇത് കണ്ടിട്ട് ഇവനെ ശപിച്ച്, ഇതിൻ്റെ സകല ഇഫക്റ്റ് നീ ശിശുക്കളോട് നീ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ പേര് പറഞ്ഞ് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇവനെ ശപിച്ച്. അപ്പം അശുദ്ധാത്മാവ് മരിക്കുന്നതായിട്ടൊരു കഥയേ ഇല്ല, അവൻ ഇപ്പോഴും അലയുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഇതൊക്കെ മെറ്റഫറാണ്, സ്റ്റോറീസാണ്. അല്ല, ഈ സംഭവം കഴിഞ്ഞ ഏറ്റവും മോശമായ അവസ്ഥയിൽ അശുദ്ധമാവിൻ്റെ അവസ്ഥയാണ് നിനക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സമാധാനമില്ലാതെ അലയുന്ന അവസ്ഥയാണ് അല്ലേ? അതെ. അല്ല, അപ്പോൾ അവിടെ ഒരു സന്ദർഭം പറയുമ്പോഴത്തേക്ക്, അപ്പോൾ ഈ സംഭവം നടക്കുമെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. അത് നടക്കട്ടെ എന്ന് കരുതിയിട്ട് അദ്ദേഹം നഗരപ്രദക്ഷിണം നടത്തി നമ്മുടെ സോവറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് വരാമെന്നും പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് വരുവാണ്. ഈ സമയത്ത് കുഞ്ഞുങ്ങളും സ്ത്രീകളും മാത്രമേ ഉള്ളൂ, കൂടാതെ വീട്ടിലത്തെ അവരേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് അവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ രംഗം കാണുമ്പോഴത്തേക്കും, അപ്പോൾ ഈ കുന്തി ദേവി ഈ കൃഷ്ണനോട് പറയുന്നൊരു വാക്കുണ്ട്, ഈ ദേഷ്യപ്പെടുകയോ അരിശപ്പെടുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഈ ലൈഫിൽ ഞാൻ ഇനി അനുഭവിക്കാൻ എന്തെങ്കിലും ദുരന്തങ്ങളുണ്ടെങ്കിൽ അത് താമസിപ്പിക്കാതെ പെട്ടെന്ന് തരൂ. കൃഷ്ണനോട് പറയുകയാണ്.